ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ അതിൽ ഒരു റിലേഷൻഷിപ്പ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിച്ചു ആ റിലേഷൻഷിപ്പ് സ്പെഷ്യലിസ്റ്റിനോട് എങ്ങനെയാണ് നമുക്ക് ഹൗ ടു ഫൈൻഡ് എ ഗുഡ് പാർട്ട്ണർ, എങ്ങനെയാണ് ഒരു ഗുഡ് പാർട്ട്ണറെ കണ്ടുപിടിക്കുക, എന്താണ് ക്രൈറ്റീരിയ അതിൻ്റെ എന്ന് ചോദിച്ചു. ഇപ്പോൾ കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ കല്യാണം കഴിച്ചവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്യണത് നല്ലതായിരിക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ ആ റിലേഷൻഷിപ്പ് എക്സ്പേർട്ട് പറഞ്ഞ കാര്യം, നിങ്ങൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഒരു പാർട്ട്ണറിൽ ഉണ്ടാവേണ്ട ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഈ ലിസ്റ്റിലുള്ളതിലെല്ലാം ഞാനും അപ്ലൈഡ് ആണോ, ഞാനും അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിരിക്കണം നമ്മുടെ പാർട്ട്ണർ എന്ന്. ഇതിൻ്റെ എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്തെല്ലാം ക്വാളിറ്റീസ് നമ്മുടെ പാർട്ട്ണറിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ക്വാളിറ്റീസ് എല്ലാം നമ്മളിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം, അതായത് നമ്മളിൽ ഉള്ള കാര്യങ്ങൾ അല്ലേ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കൂടി ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ എനിക്കതിന് പറ്റില്ല മറ്റേയാളത് ചെയ്തു തരട്ടെ എന്ന് ചിന്തിക്കുന്നതിലും നല്ലത് നമ്മൾ ആ ഒരു ലിസ്റ്റിലുള്ള ക്വാളിറ്റീസിലെല്ലാം നമ്മൾ പാസ്സാവണം. എന്നിട്ട് വേണം നമുക്ക് അങ്ങനെ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യാനായിട്ട്. കല്യാണം കഴിച്ചവർക്കും ആപ്ലിക്കബിൾ ആണ് കേട്ടോ, അല്ലേ? കല്യാണം കഴിച്ചവർക്കും ആപ്ലിക്കബിൾ ആവാമല്ലോ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം, അതിന് ഒരു പ്രശ്നവും. ചേഞ്ച് ഈസ് ദ ഓൺലി കോൺസ്റ്റൻറ്റ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ചേഞ്ചിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം ഓൾറെഡി കല്യാണം കഴിച്ചവരാണെങ്കിൽ പോലും പാർട്ട്നേഴ്സിൽ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റീസ് നമ്മളിൽ തന്നെ നമ്മളൊന്ന് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ആ ലൈഫ് ഒന്നും കൂടി ബെറ്റർ ആവുകയും ചെയ്യും. നമ്മളങ്ങനെ ചെയ്യണം, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണോണ്ട് നമുക്കും കുറച്ച് ഹാപ്പി ആവുകയും ചെയ്യും. റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു.